അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ടവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായി വിധി പറയുന്ന നിമിഷങ്ങളിൽ എത്തിച്ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ സൂറ ഖമർ 45 ആയത്തുകളാണ് ഇതുവരെ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ സൂറത്ത് അവസാനിക്കും. 55 ആയത്തുകൾ വരെയുള്ള ആയത്തുകൾ ഇൻഷാ അല്ലാഹ് ഇന്ന് എടുക്കും. അപ്പോൾ ഈ സൂറത്തിൻ്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മുന്നിൽ സത്യം വരുമ്പം അല്ലെങ്കിൽ തെളിവുകൾ വരുമ്പം അതിനോട് അവൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നതാണ് ഈ സൂറത്തിൻ്റെ പ്രധാന വിഷയം. അപ്പോൾ അതിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് ചരിത്രപരമായിട്ട് തന്നെ മനുഷ്യൻ സത്യത്തെ നിഷേധിക്കുന്നവരാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. അതിന് പല പല കാരണങ്ങൾ അള്ളാഹു പ്രവാചകന്മാരുടെ സമൂഹങ്ങളെ വെച്ചുകൊണ്ട്, അപ്പോൾ അതിൽ തന്നെ നൂഹ് നബി അലൈഹി ഇസ്ലാം, ഹൂദ് നബി അലൈഹി ഇസ്ലാം, സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം, ലൂത്ത് നബി അലൈഹി ഇസ്ലാം, അതുപോലെ മൂസാ നബി അലൈഹി ഇസ്ലാം, ഇവരൊക്കെ ചരിത്രം വെച്ചുകൊണ്ട് അള്ളാഹു സത്യത്തിനെ എന്തുകൊണ്ടാണ് മനുഷ്യർ നിഷേധിക്കുന്നത് എന്ന് പഠിപ്പിച്ചു. രണ്ടാമത് ഈ സൂറത്തിലുടനീളം അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, സത്യനിഷേധികൾക്കുള്ള ശിക്ഷയും സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നവർക്കുള്ള രക്ഷയും വളരെ പെട്ടെന്ന് വളരെ അടുത്ത് തന്നെയാണ് എന്ന പാഠമാണ് അള്ളാഹു പഠിപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചോദ്യം, ഖുർആൻ്റെ ഒരു ചോദ്യ ശൈലിയിൽ അള്ളാഹു ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് അവസാനത്തെ കുറച്ച് ആയത്തുകളായിരിക്കും. അപ്പോൾ ആയത്തിലേക്ക് പോയിട്ട് ഞാൻ എൻ്റെ വിശദീകരണത്തിലേക്ക് പറയാം. 46-ാമത്തെ ആയത്ത്, ബലിസ്സാ. ബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആൻ്റെ ഒരു പ്രയോഗമാണ്. ബൽ എന്ന് പറഞ്ഞാൽ ഈ ഉപയോഗിക്കുന്നത് പലപ്പോഴും കറക്റ്റ് ചെയ്യാനാണ്. എന്ന് വെച്ചാൽ ഒരു കാര്യം, കുറേ ആൾക്കാർ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനെയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ബൽ എന്ന് അധികം ഉപയോഗിക്കുക. അതേപോലെ തന്നെ ഒരു വിഷയത്തിൻ്റെ ട്രാൻസിഷൻ കാണിക്കാനും ബൽ ഉപയോഗിക്കും. ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്കാണ് പോകുന്നത് എന്ന് ഉപയോഗിക്കാനും ബൽ എന്ന് ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് വളരെ കാണാതെ അറിയുന്നതാണ് ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ മലയാളത്തിൽ നേരെ മറിച്ച് എന്ന് പറയില്ലേ, നേരെ മറിച്ച്, അല്ലെങ്കിൽ അല്ല പക്ഷേ, അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്തെന്നാൽ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കൂലേ, അതാണ് ഇത്. അപ്പോൾ ഇവിടെ അള്ളാഹു പറയുന്നത്, കഴിഞ്ഞ ആയത്തിൽ അവരുടെ ഒരു ധാരണ, ധാരാളം ആൾക്കാരും കൂട്ടവും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ശിക്ഷയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയും എന്നൊരു തെറ്റിദ്ധാരണ മനുഷ്യന്മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അള്ളാഹ് പറയാണ് ബൽ, അങ്ങനെയല്ല, അങ്ങനെ നിങ്ങൾ കരുതുന്നത് തെറ്റാണ്. ബലിസാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആനിൽ സമയത്തിന് ഉപയോഗിക്കുന്ന ഒരു പദമാണ്. സാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയത്തിൻ്റെ ഒരു ഭാഗം എന്നാണ് അർത്ഥം. ഒരു പ്രത്യേക നിമിഷം എന്നതിനാണ് സാ എന്ന് ഖുർആനിൽ ഉപയോഗിക്കുക. അധികവും ഖുർആനിൽ സാ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് ഖിയാമത്ത് നാളിനെ കുറിച്ചാണ്, വിചാരണ നാളിനെ കുറിച്ചാണ്. ഖുർആനിൽ വേറെയും സമയത്തിന് വേണ്ടി ഉപയോഗിച്ച പദങ്ങളുണ്ട്. അതിൽ നമുക്കറിയാവുന്നൊരു പദമാണ് അദ്ദഹർ. ദഹർ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിന ദഹരി എന്ന് പറയുന്നില്ലേ. ദഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുഗം നമ്മൾ പറയില്ലേ, നീണ്ടു കിടക്കുന്ന ഒരു കാലയളവ് എന്നതിനാണ് ദഹർ എന്ന് പറയുക. അതേപോലെ ഖുർആനിൽ ഉപയോഗിക്കുന്ന, സമയത്തിന് ഉപയോഗിക്കുന്ന ഒരു പദമാണ് വഖ്ത്, മീഖാത്ത്. വഖ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഡ്യൂൾ എന്ന് പറയില്ലേ, നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടുള്ള സമയം എന്നതാണ് മീഖാത്ത്. വഖ്ത് എന്ന് ഉപയോഗിക്കുന്നത് അതാണ്. അപ്പം ബലിസാ എന്ന് പറഞ്ഞാൽ ആ നിമിഷം, അല്ലെങ്കിൽ ഖിയാമത്ത് നാള് എന്താണ്, ഖിയാമത്ത് നാളിൽ എന്തായാലും ഉണ്ടാവും. ബലിസാ, നിങ്ങൾ കരുതുന്നത് ശരിയല്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അവിടെ പഠിപ്പിക്കുന്നത്. ഇനി ആയത്തിൻ്റെ ബാക്കി നോക്കിയാൽ ബലിസാഅത്തു മൗഇദുഹും എന്നാണ്. മൗഇദുഹും, വഅദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വഅദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോമിസ് ചെയ്യുക, അല്ലെങ്കിൽ വാഗ്ദാനം എന്ന് പറയുന്നതാണ് വഅദ്. വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? വാഗ്ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഉറപ്പ് നൽകുന്നതാണ് വാഗ്ദാനം. അപ്പോൾ ബലിസാഅത്തു മൗഇദുഹും എന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾ ഈ സൂറത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഖ്തറബത്തി സാ എന്ന് പറഞ്ഞിട്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. അപ്പം അന്ത്യസമയം അടുത്ത് തന്നെ എത്തിക്കഴിഞ്ഞു എന്നാണ് അവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ബലിസാഅത്തു മൗഇദുഹും,
പക്ഷേ ആ സമയം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ് എന്നാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം അല്ല പറയുന്നത് നമ്മളൊരു കേൾവിക്കാരനായിട്ട് ഒരു നടക്കാൻ പോകുന്ന സംഭവത്തെക്കുറിച്ച് പറയുകയാണ്. ഇഖ്തറബത്തി സാ, ഒരു സാ വന്നെത്തിക്കഴിഞ്ഞു. പിന്നെ അല്ല ചരിത്രം മുഴുവൻ പറയാണ്. ചരിത്രത്തിൽ മുഴുവൻ ഈ സാനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നെ പറയാണെന്ത്, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ത്, ഈ സാ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ് എന്നുള്ളതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ബലിസാഅത്തു മൗഇദുഹും വസ്സാഅത്തു അദ്ഹാ വ അമർ. വസ്സാഅത്തു പിന്നെയും പറയാണ്, ആ സാ, ആ നിമിഷം എന്ന് പറയുന്നത് അദ്ഹ. അദ്ഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ഹ വ അമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആപൽക്കരവും കൈപ്പേറിയതുമാണ്. അപ്പോൾ ആ ദിവസത്തെക്കുറിച്ച്, ആ നിമിഷത്തെക്കുറിച്ച്, അതിൻ്റെ കടുപ്പത്തെക്കുറിച്ച് അല്ല പറയാണ്. ഇവിടെ നിങ്ങൾ ഖുറാൻ്റെ ശൈലി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബലിസാഅത്തു മൗഇദുഹും, ആ പിന്നെ അന്ത്യനാള് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ്, എന്നിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞാൽ മതി എന്ത്, അദ്ഹ വ അമർ എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയല്ല, എന്നിട്ട് വസ്സാഅത്തു അദ്ഹ വ അമർ എന്നാണ് പറയുന്നത്. ആ നിമിഷത്തെ പിന്നെയും പറയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ആ നിമിഷത്തിന് അത്രയും കൈപ്പേറിയതാണ് നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ സാ എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇതാണ് 46-ാമത്തെ ആയത്ത്. 47-ാമത്തെ ആയത്തിൽ ഇന്നൽ മുജ്രിമീന ഫീ ളലാലിൻ വസുഉർ. ഇന്നൽ മുജ്രിമീൻ, ഈ മുജ്രിമീൻ എന്ന് ഖുർആനിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അധികവും പരലോകത്തിലെ ശിക്ഷ തീരുമാനിച്ചതിന് ശേഷം ഉള്ള ആൾക്കാരെ കുറിച്ച് പറയുന്നിടത്താണ് മുജിരിം എന്ന് ഉപയോഗിക്കുക. മുജിരിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റവാളിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു, അതാണ് മുജിരിം എന്ന് പറയുന്നത്. ഇന്നൽ മുജിരിമീന, അപ്പം ആ സാ വന്നു കഴിഞ്ഞാൽ ആ പരലോകത്തിൻ്റെ വിചാരണ നാൾ വന്നിട്ട് മുജിരിമീൻ, കുറ്റവാളിയായിട്ട് പ്രഖ്യാപിച്ചവർ ഫീ ലലാലിൻ വസുഉർ. ലലാൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, പിന്നെ വലല്ലാലീൻ, ലലാലത്ത് എന്ന് പറഞ്ഞാൽ അവരെന്താണ്, വഴികേടിലാണ്. അതേപോലെ സുഉർ, സുഉർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നരകത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ്, സഈർ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. സുഉർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലിപ്പിക്കുക, തീയിടുക എന്നൊക്കെയാണ് അർത്ഥം. നരകത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ സുഉർ എന്ന് പറയുന്നത് ബുദ്ധിശൂന്യതക്ക് പറയുന്നത്, എന്ന് വെച്ചാൽ എന്താണ്, പിന്നെ ബുദ്ധിയില്ലാത്ത അവസ്ഥക്ക് വേണ്ടിയിട്ട് സുഉർ എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിയെ കീഴടക്കുന്ന നമ്മളെ ഉള്ളിൽ, പിന്നെ എന്താണ്, നമ്മളെ ഉള്ളിൽ ബുദ്ധിനെ കീഴടക്കാൻ മാത്രം നമ്മളെ ആഗ്രഹങ്ങളൊക്കെ വളരുന്നതിനെയാണ് സുഉർ എന്ന് പറയുക. അപ്പോൾ അവരെന്താണ്, മുജ്രിമീൻ ലലാലിലും സുഉറിലുമാണ്, അവർ ബുദ്ധിശൂന്യതയിലാണ്. നിങ്ങൾ ഈ സൂറത്തിൽ തന്നെ 24-ാമത്തെ ആയത്തിൽ സമൂദ് ഗോത്രം പിന്നെ പറയുന്നുണ്ട് എന്ത്, സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ പിന്തുടരുന്നവർ ലലാലിൻ വസുഉർ എന്ന് പറയുന്നുണ്ട്. അതേ പ്രയോഗമാണ് ഇവിടെയും പ്രയോഗിക്കുന്നത്. 48-ാമത്തെ ആയത്തിൽ യൗമ യസ്ഹബൂന ഫിന്നാരി അലാ വുജൂഹിഹിം, വുജൂഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം, അവരെ മുഖം കുത്തിയ നിലയിൽ നരകത്തിലൂടെ വലിച്ചിഴക്കപ്പെടുമ്പോൾ ദൂക്കു മസ്സ സഖർ, നിങ്ങൾ നരകത്തിൻ്റെ മസ്സ സഖർ, നിങ്ങൾ എന്ത് ചെയ്തോളുക, നരകത്തിൻ്റെ സ്പർശനം അനുഭവിച്ചു കൊള്ളുക എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ പിന്നെ ഇതൊക്കെ ഖുറാൻ്റെ റിപ്പീറ്റഡ് ശൈലികളാണ്. നിങ്ങൾ ഖുറാനിൽ നരകത്തിലെ ശിക്ഷയെക്കുറിച്ച് പറയുന്നിടത്ത് കുറേ സ്ഥലങ്ങളിൽ മുഖത്തിൽ വലിച്ചിഴക്കുക എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും, അല്ലെങ്കിൽ മുഖം കുത്തി നരകത്തിൽ വീഴുക എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഈ മുഖം കുത്തുക, മുഖം തിരിയുക എന്നത് സത്യത്തിനോട് മുഖം തിരിക്കുന്നതിനെയാണ് ഈ ലോകത്ത് ഉപയോഗിക്കുന്നത്. അങ്ങനെ സത്യത്തോട് മുഖം തിരിച്ചവർക്ക് നരകത്തിലെ ശിക്ഷ എന്താണ്, മുഖത്തിൽ വലിച്ചിഴക്കുക എന്ന് പറയുന്നതായിട്ട് ഖുറാനിൽ കാണാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ടാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. 49-ാമത്തെ ആയത്തിൽ ഇന്ന കുല്ല ഷൈഇൻ ഖലഖ്നാഹു ബിഖദർ, എല്ലാ കാര്യങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് ബി ഖദർ. ഖദർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഖദർ എന്ന് പറഞ്ഞാൽ നിർണയമാണ്, അളക്കലാണ്. എല്ലാം അളന്ന് നിർണയിച്ചിട്ടാണ് എല്ലാത്തിനെയും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. വമാ അമ്രുന, ഇത് ആയത്തുകൾ തമ്മിലൊരു കണക്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല, നമുക്ക് ഇൻഷാ അല്ലാഹ് പറയുമ്പം അത് ക്ലിയർ ആവും. 50-ാമത്തെ ആയത്തിൽ വമാ അമ്രുന, നമ്മുടെ കൽപ്പന എന്ന് പറയുന്നത് ഇല്ലാ വാഹിദത്തുൻ കലംഹിൽ ബസർ, കലംഹിം ബിൽ ബസർ എന്ന് വെച്ചാൽ കണ്ണിൻ്റെ ഒരു ഇമ വെട്ടുന്നത് പോലെയാണ് ആ സാ വരിക. ഒരൊറ്റ കണ്ണിമ വെട്ടുന്നതിൻ്റെ അത്രയും എളുപ്പത്തിലാണ്, വേഗതയിലാണ് എന്ത് ചെയ്യുക, അള്ളാൻ്റെ അമ്ര്, അള്ളാൻ്റെ ഖിയാമത്ത് നാളിലെ കൽപ്പന വരിക. 51-ാമത്തെ ആയത്തിൽ വലഖദ് അഹ്ലക്ന, നാം എന്ത് ചെയ്തിട്ടുണ്ട്, ശിക്ഷിച്ചിട്ടുണ്ട്. അഹ്ലക്ന,
അഷിയാഅക്കും നിങ്ങളുടെ കക്ഷിക്കാരെ ഫഹൽ മിൻ മുദ്ദക്കിർ, ചോദ്യമാണ്, ആരാണ് എന്നിട്ടും ഓർമ്മിക്കാൻ ദിക്ർ ചെയ്യാൻ ആരാണ് ഉള്ളത്? പിന്നെ 52-ാമത്തെ ആയത്തില് വകുല്ലു ഷൈഇൻ ഫഅലൂഹു ഫിസ്സുബുർ, അവർ പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളും ഒരു സുബുറിലുണ്ട്. സുബുർ എപ്പോഴാണ് ഇതിനു മുന്നേ ഉപയോഗിച്ചത്? ഓർമ്മ ഉണ്ടാകും. സുബുർ അവരോട് അള്ളാഹ് ചോദിക്കുകയാണെന്ത്, നിങ്ങൾ രക്ഷപ്പെടും എന്ന് കാണിക്കുന്ന ഏതെങ്കിലും ഒരു സുബുർ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചതിന് അള്ളാഹ് അതിനൊരു പരിഹാസ രൂപത്തിൽ അവരോട് തിരിച്ചു പറയുകയാണെന്ത്, എന്നാൽ എൻ്റെ കയ്യിൽ എന്തുണ്ട്, നിങ്ങൾ പ്രവർത്തിച്ചതൊക്കെ രേഖപ്പെടുത്തിയ ഒരു സുബുർ ഉണ്ട്. 53-ാമത്തെ ആയത്തില് വകുല്ലു സഗീറിൻ വ കബീറിൻ മുസ്തതർ, എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് ആ സുബുറിൽ രേഖയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിപ്പെട്ടിട്ടുണ്ട്. 54-ാമത്തെ ആയത്തില് ഇന്നൽ മുത്തഖീന ഫി ജന്നാത്തിൻ വനഹർ, മുത്തഖീ എന്ന് പറഞ്ഞാൽ ആരാണ്? തഖ്വ പാലിച്ചവർ. തഖ്വ പാലിച്ചവർ ഫി ജന്നാത്ത്, സ്വർഗത്തിലും, വനഹർ, അരുവികളിലും ആയിരിക്കും. അവസാനത്തെ ആയത്ത് 55-ാമത്തെ ആയത്തില് ഫി മഖഅദി സിദ്ഖിൻ, മഖഅദ് എന്ന് പറഞ്ഞാൽ ഇരിപ്പിടമാണ്. സിദ്ഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിദ്ഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധതയാണ്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, പറയുന്നതും പിന്നെ പ്രവർത്തനമൊക്കെ ഒരേപോലെ ആകുന്നതാണ് സിദ്ഖ്. ഈ സൂറത്തിൽ നിറഞ്ഞു നിൽക്കുന്ന തെറ്റായ പ്രവർത്തനം ഏതാണ്? തക്ദീബാണ്. തക്ദീബ് കളവാക്കലാണെങ്കിൽ തക്ദീബിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്ത്? സിദ്ഖ് എന്ന് പറയുന്നത്. അപ്പം മൊത്തം ചരിത്രത്തിൽ എല്ലാവരും തക്ദീബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. പക്ഷേ മുത്തക്കികൾ, അതിലൊക്കെ സത്യത്തിൻ്റെ കൂടെ സിദ്ഖിനോടെ ഈ ലോകത്ത് നിന്നവർ സ്വർഗത്തിൽ എവിടെയായിരിക്കും? മഖഅദി സിദ്ഖിലായിരിക്കും. എവിടെയായിരിക്കും? സിദ്ഖിൻ്റെ ഇരിപ്പിടത്തിലായിരിക്കും. വല്ലാത്തൊരു പ്രയോഗമാണ്. ഐന്ദ മലീക്കിൻ മുഖ്തദിർ, ഐന്ദ മലീക്കിൻ, മലീക്ക് എന്ന് പറഞ്ഞാൽ രാജാവ് അല്ലെങ്കിൽ ഉടമസ്ഥൻ. മുഖ്തദിർ, മുഖ്തദിർ എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഒരു പേരാണ് അൽ ഖദീർ. അൽ ഖദീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നിർണയിക്കുന്നവൻ എന്നാണ്, ഖദർ നടത്തുന്നവൻ. മുഖ്തദീർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻറ്റൻസീവ് ഫോമാണ്. എന്ന് വെച്ചാൽ ഖദീറിനേക്കാൾ വലിയ ഫോമാണ് എന്ത്? അൽ മുഖ്തദിർ എന്ന് പറയുന്നത്. അപ്പം എന്ത മലീക്കിൻ മുഖ്തദിർ എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം എന്താണ് ഈ ആയത്തുകളുടെ ഒരു സമ്മറി? ഇത് പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. അള്ളാഹു ചരിത്രം വെച്ചുകൊണ്ട് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഈ ആയത്തുകളിൽ പറയുന്നത്. ഒന്ന്, നമ്മുടെ ജീവിതം കൃത്യമായി കണക്കാക്കപ്പെട്ടതാണ് ഈ സൂറത്തിൽ. അതിന് 2 സ്റ്റേറ്റ്മെൻറ്റാണ് അള്ളാഹു ഉപയോഗിക്കുന്നത്. ഒന്ന്, ബലിസാഅത്തു മൗഇദുഹും, എന്താണ് ഈ സാ എന്ന് പറയുന്നത്, അന്ത്യനാൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ്. കാരണം അതെന്തോ ഒരു സർപ്രൈസ് അല്ല, കറക്റ്റായിട്ട് നിങ്ങൾക്ക് തുടക്കം മുതൽ വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ്. അപ്പം ജീവിതം കണക്കാക്കപ്പെട്ടാണ്. രണ്ടാമത് ഈ ആയത്തിലെ പ്രയോഗം ഖലഖ്നാഹു ബി ഖദർ, എല്ലാം സൃഷ്ടിക്കുമ്പം തന്നെ അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു നിർണയം, ഒരു ഖദർ ഓരോ സൃഷ്ടിപ്പിനും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ആശയം ഈ ആയത്തുകളിൽ പറയുന്നത് അന്ത്യസമയം ഉണ്ട് എന്ന് മാത്രമല്ല, അത് വളരെ അടുത്താണ്. അതാണ് കലംഹിൽ ബസർ. എന്താണ്? അന്ത്യസമയം വളരെ ഒരു കണ്ണിമ വെട്ടുന്നത് പോലെ നടക്കും. മൂന്നാമത് ഈ ആയത്തുകളിൽ പറയുന്നത് അവസാനത്തെ വിജയ പരാജയങ്ങൾ പ്രവർത്തനം അടിസ്ഥാനമാക്കിയിട്ടാണ്. എല്ലാം ഖദറിൽ ആയിട്ട് നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ മനുഷ്യന്റെ പ്രവർത്തനം അനുസരിച്ചിട്ടാണ് എന്ത്? അവസാനത്തെ വിജയപരാജയം. അത് പറയുന്ന ആയത്തുകളാണ് വകുല്ലു സഗീറിൻ വ കബീറിൻ മുസ്തതിർ. നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത് നരകത്തിൽ കിടക്കുന്നതിൻ്റെ പിന്നെ കാരണമായിട്ട് പറയുന്നത് സുഉർ ആണ്. സുഉർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബുദ്ധിശൂന്യതയാണ്. 2 വജ്ഹിൽ എന്താണ്? വജ്ഹിലാണ് അവർ വലിച്ചയക്കുന്നത്. സത്യത്തിനോട് മുഖം തിരിച്ചതിൻ്റെ ശിക്ഷയാണ്. സ്വർഗത്തിലെത്തിക്കുന്നത് എന്താണ്? തഖ്വയാണ്, നമ്മുടെ അമലാണ്. തഖ്വ എന്താണ്? തഖ്വ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം നമ്മുടെ മുന്നിൽ വരുമ്പം അതിനെ എതിരിടാൻ വേണ്ടിയിട്ട് ധാരാളം പ്രലോഭനങ്ങൾ ഉണ്ടാവും. അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് പിടിച്ചു നിൽക്കുന്നതാണെന്ത്? തഖ്വ. അപ്പോൾ ആ മുത്തക്കി മാത്രമേ എന്ത് ചെയ്യുള്ളൂ? സ്വർഗത്തിൽ കടക്കുകയുള്ളൂ. പിന്നെ നാലാമത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ വിവരണമാണ്. സ്വർഗത്തിൽ ഖുർആനിൽ ധാരാളം വിവരണമുണ്ട്. ഇത് ചെറിയ ആയത്തുകളിൽ വളരെ സുന്ദരമായി സൂറ ഖമറിലെ മൊത്തം ആശയത്തെ ഉൾക്കൊണ്ടുള്ള വിവരണമാണ്. എന്താണ് വിവരണം? 2 വാക്കുകളാണ്. മഖഅദി സിദ്ഖിലായിരിക്കും എന്ത്? സത്യത്തിൻ്റെ കൂടെ നിന്നവർ. മഖഅദി സിദ്ഖ് എന്ന് പറഞ്ഞാൽ സത്യസന്ധതയുടെ ഇരിപ്പിടത്തിലാണ് അവർ പോയിരിക്കുക. രണ്ടാമത് മലീക്കിൻ മുഖ്തദിറിൻ്റെ അടുത്താണ്. മലീക്കിൻ മുഖ്തദിർ എന്ന് പറഞ്ഞാൽ ആരാണ്? മൊത്തം ജീവിതം നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട് ഖദർ. ആ മുഖ്തദിറിൻ്റെ അടുത്തായിരിക്കും എന്ത്?
നമ്മൾ പോയിട്ട് സത്യത്തിൻ്റെ കൂടെ ഉള്ളവർ നിൽക്കുക. എന്താണ് ഈ ആയത്തുകളുടെ പ്രധാന സന്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ജീവിതം ഒരു ഖദർ അനുസരിച്ചിട്ടാണ് ഉള്ളത്. പക്ഷേ അതേ സമയം തന്നെ വിജയപരാജയങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പ്രവർത്തന ഫലമാണ്. ഇതാണ് ഈ മൊത്തം ആശയങ്ങൾ. ഇന്ന് പോയിട്ട് ഒന്ന് എടുത്തിട്ട് ഈ 46 മുതൽ 55 വരെയുള്ള ആയത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് നിറഞ്ഞു നിൽക്കുന്ന ആശയം ഇതാണ്. ജീവിതം അള്ളാഹു കറക്റ്റായിട്ട് കണക്കാക്കപ്പെട്ടതാണ് ഖദർ. പക്ഷെ മനുഷ്യൻ്റെ ഭാഗധേയം എന്ന് പറയുന്നതാണ് അവൻ്റെ വിജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നത് എന്ന് കാണാൻ പറ്റും. ഈ ഖദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിലെ ഈമാൻ കാര്യങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഖദർ എന്ന് പറയുന്നത്. ഈ സൂറത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആശയം അള്ളാഹിൻ്റെ ഖദറും മനുഷ്യൻ്റെ പ്രവർത്തനവും ഇത് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് സൂറ ഖമറിൽ കാണാൻ പറ്റും. അതിൽ ഇതെന്താണ് സത്യത്തിനോടുള്ള ഈ സൂറത്തിൻ്റെ പ്രധാന വിഷയം സത്യത്തിനോടുള്ള പ്രതികരണമാണ്. അതും ഖദറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിനോടുള്ള പ്രതികരണം എന്നുള്ളത് മനുഷ്യൻ്റെ ചോയ്സാണ്. പക്ഷെ പ്രതികരിച്ചതിനുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ആര് ഓൾറെഡി തീരുമാനിച്ചതാണ്? അള്ളാഹിൻ്റെ ഖദർ അനുസരിച്ചുകൊണ്ട് തീരുമാനിച്ചതാണ് എന്ന് കാണാൻ പറ്റും. ഇനി നമ്മൾ സൂറ ഖമറിൽ ആദ്യം മുതൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യം എന്താണ്? പടച്ചവൻ്റെ തീരുമാനം ഖദറും മനുഷ്യൻ്റെ ഭാഗധേയവും എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ പ്രവർത്തനവും ചോയ്സ് എന്താണ് പ്രവർത്തിക്കാനുള്ള ചോയ്സ് നിറഞ്ഞു നിൽക്കുന്ന കാണാൻ പറ്റും. ഈ സൂറത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇഖ്തറബത്തി സാ. അതെന്തിൻ്റെ എക്സാമ്പിളാണ്? ഖദറിൻ്റെ എക്സാമ്പിളാണ്. കാരണം ഈ ലോകത്തിന് കൃത്യമായിട്ടൊരു എൻഡ് ഉണ്ട്. ആ എൻഡിൽ എന്ത് സംഭവിക്കും? വിചാരണ നാളെ സംഭവിക്കും. അതേസമയം 2-ാമത്തെ ആയത്തിൽ മനുഷ്യൻ്റെ ഭാഗതയാണ് പറയുന്നത്. വയ്യറവ് ആയത്തൻ യുറിവു. എന്തായത്ത് വന്നാലും മനുഷ്യൻ എന്ത് ചെയ്യും? അതിനെ നിഷേധിക്കും. അപ്പം മനുഷ്യൻ നിഷേധിക്കുകയാണ്, അത് അവൻ്റെ ഭാഗതയമാണ് എന്ന് കാണാൻ പറ്റും. എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ, മുഖം കാണുമ്പം വിഷയത്തിലുണ്ടല്ലോ അല്ലേ. മൂന്നാമത് അള്ള പറയുന്നത് 3-ാമത്തെ ആയത്തിൽ വകുല്ലു അംരിൻ മുസ്തഖിർ. അത് ഖദറിനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്യും? ഒരു എൻഡിൽ പോയിട്ട് അവസാനിക്കും. അത് ഖദറാണ്. അതേസമയം ഖിയാമത്ത് നാളിനെ കുറിച്ച് അള്ള പറയുന്നത് മനുഷ്യൻ്റെ എല്ലാ ചോയ്സസുകളും എൻഡ് ചെയ്യുന്ന ഖിയാമത്ത് നാളിനെ കുറിച്ച് 7-ാമത്തെ ആയത്തിൽ അള്ള പറയുന്നത് ദൃഷ്ടികൾ താഴ്ന്നു പോയവരായിട്ട് ഒരാൾ വിളിക്കുമ്പം അയാളുടെ അടുത്തേക്ക് മനുഷ്യൻ എന്ത് ചെയ്യും? ഓടിപ്പോകും എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ ഈ സൂറത്ത് നിറയെ അള്ള പറയുന്നത് മനുഷ്യൻ്റെ ഭാഗതയാണ്, മനുഷ്യൻ്റെ പ്രവർത്തനമാണ്. അതെന്താണ്? തക്ദീബാണ്. അള്ളാഹിൻ്റെ ഖദർ ഉണ്ടായിരിക്കെ തന്നെ നമ്മുടെ ചോയ്സാണ് എന്ത്? അതിനെ കളവാക്കണോ അതിനെ സ്വീകരിക്കണോ എന്നുള്ളത്. അതുകൊണ്ടാണ് കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹിൻ എന്ന് അള്ളാഹു പറയുന്നതായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം പറയുന്നതിൻ്റെ ഇടയ്ക്ക് അള്ളാഹു ഖദർ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഏതാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പ്രളയം വരുന്ന സമയത്ത് അള്ളാഹ് വെള്ളത്തിനെ കുറിച്ച് ഉപയോഗിക്കുന്നത് ഫൽതഖൽ മാഉ അലാ അംരിൻ ഖദ് ഖുദിർ എന്നാണ്. ആയത്ത് 12-ാമത്തെ ആയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾറെഡി തീരുമാനിച്ച ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആ വെള്ളം എന്ത് ചെയ്തു? ഒരു സ്ഥലത്ത് ഒരുമിച്ചു എന്നാണ്. ഇത് അള്ളാഹിൻ്റെ ഖദറാണ് അള്ളാഹ് അവിടെ പറയുന്നത്. ഇനി പക്ഷേ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അള്ളാഹ് കൊടുക്കുന്ന സഹായമുണ്ട്. നൂഹ് നബി അലൈഹി ഇസ്ലാം അള്ളാഹിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചോയ്സാണ്. ഈ അള്ളാഹിൻ്റെ മാർഗത്തിനെ നിഷേധിക്കുക എന്നുള്ളത് അവരുടെ ഒരു ചോയ്സാണ്. അതേസമയം നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ സഹായിച്ചതിന് ശേഷം അള്ളാഹ് പറയുന്നത് ജസാഅൻ ലിമൻ കാന കുഫിർ എന്നാണ്. ജസാഅൻ ലിമൻ കാന കുഫിർ എന്ന് വെച്ചാൽ അള്ളാഹിൻ്റെ ഖദർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നത് അയാളെ അള്ളാഹു സഹായിക്കും എന്നുള്ളത് അള്ളാഹിൻ്റെ ഖദറാണ്. അതേപോലെ തന്നെ ഈ 26-ാമത്തെ ആയത്തിൽ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുന്നിടത്ത് സയഅലമൂന ഗദൻ മനിൽ കദ്ദാബുൽ അഷിർ എന്നുള്ള പറയുന്നുണ്ട്. നാളെ അവരറിയും. എന്ത്? നാളെ അവരറിയും ആരാണ് പരാജയപ്പെട്ടത് എന്ന് പറയുന്നത് എന്തിൻ്റെ തെളിവാണ്? അള്ളാഹ് ഓൾറെഡി സത്യം നിഷേധിച്ചവർക്കുള്ള പനിഷ്മെന്റ് അല്ലെങ്കിൽ ശിക്ഷ ഉണ്ടാവും എന്നുള്ളത് അള്ളാഹിൻ്റെ ഖദറാണ് എന്നതിൻ്റെ തെളിവാണ് എന്ന് കാണാൻ പറ്റും. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതയെക്കുറിച്ച് പറയുന്നു, അവരവരുടെ ഹ്യൂമൻ ചോയ്സ്, അവരവരുടെ മനുഷ്യൻ്റെ ഭാഗതയെ ഉപയോഗിച്ചതിനായിട്ട് അള്ളാഹ് പറയുന്നത് വലക്കത് റാവദൂഹു അൻ ലൈഫിഹി എന്നാണ്. അവരെ അടുത്ത് വന്ന വിരുന്നുകാരോട് അവരെന്ത് ചെയ്തു? വളരെ മോശമായിട്ട് പെരുമാറി എന്നുള്ളത് അവരെടുത്തിട്ടുള്ള ഒരു ചോയ്സാണ്. ഇനി ഫിർഔന്റെ ശിക്ഷയെക്കുറിച്ച് അള്ളാഹ് പറയുന്നിടത്ത് ഫഅഖദ്നാഹും അഖദ അസീസിൻ മുഖ്തദിർ എന്നാണ് പറയുന്നത്.
ഫിർഔനെ ആരാണ് ശിക്ഷിച്ചത്? ഈ അവസാനത്തെ ആയത്തിലെ മുഖ്തദിർ, എല്ലാം നിർണയിച്ച അള്ളാഹുവാണ്, എല്ലാ ഖദറും നിർണയിച്ച അള്ളാഹുവാണ് ശിക്ഷിച്ചത് എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇന്നത്തെ ആയത്തിൽ ഇതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ ബലിസ്സാഅത്തു മൗഇദുഹും എന്നൊക്കെ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പം ഈ സൂറത്തിൽ ഈ അവസാന ആയത്തുകളിലും ഈ മൊത്തം സൂറത്തിലും സത്യം നമ്മുടെ മുന്നിൽ വരും, അതിനോടുള്ള പ്രതികരണം അനുസരിച്ചുകൊണ്ട് ശിക്ഷയും രക്ഷയും ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ തന്നെ സൂറത്തിൽ നിറഞ്ഞു നിൽക്കുന്നൊരു വിഷയം ഖദർ, അള്ളാഹിൻ്റെ ഖദറാണ്. അതേപോലെ തന്നെ മനുഷ്യൻ്റെ ഭാഗധേയമാണ്. ഖദർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഖദർ ധാരാളം മനുഷ്യന് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യമാണ്. പക്ഷെ വളരെ സിമ്പിളും നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഈമാൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എല്ലാ ഭൗതിക കാര്യങ്ങളും കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ വിചാരിക്കും ഖദർ മാത്രമാണ് കോംപ്ലിക്കേറ്റഡ് എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പടച്ചോൻ നമ്മുടെ എല്ലാവരുടെയും അടുത്തുണ്ട് എന്ന കൺസെപ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആണോ? അല്ലേ? വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മൂർത്തമായിട്ട് അതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അതേസമയം എൻ്റെ അടുത്തുണ്ട് എന്ന് മനസ്സിലാക്കലാണ് മരണം വരെ എൻ്റെ ഏറ്റവും സിമ്പിളായിട്ട് അതിനെ മനസ്സിലാക്കുക. അതേപോലെ അള്ളാഹിൻ്റെ ഖദറുണ്ട്, അതേപോലെ നമ്മുടെ സ്വാതന്ത്ര്യവും ഉണ്ട് എന്നുള്ള കൺസെപ്റ്റിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അള്ളാഹിൻ്റെ ഖദർ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും സിമ്പിൾ, എല്ലാം അള്ളാഹിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നുള്ളതാണ്. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് മാത്രമല്ല, ഈ ലോകത്ത് എന്തെങ്കിലും നടക്കണമെങ്കിൽ അള്ളാഹിൻ്റെ പെർമിഷനും അനുമതിയും വേണം എന്നുള്ളതാണ് ഖദറിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റ് എന്ന് കാണാൻ പറ്റും. എല്ലാം അള്ളാഹിൻ്റെ. അതിൻ്റെ അതേസമയം ഒരു കാര്യം നടക്കുമ്പോൾ അള്ളാഹിൻ്റെ മഷാവും അല്ലെങ്കിലും അള്ളാഹിൻ്റെ റിള. അള്ളാഹിൻ്റെ മഷാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ് ഉദ്ദേശിക്കാതെ ഈ ലോകത്ത് ഒരു സംഭവം നടക്കൂല. അതാണ് മഷാ എന്ന് പറയുന്നത്. മാഷാ അള്ളാഹ് എന്ന് നമ്മൾ പറയുന്നില്ലേ, മാഷാ അള്ളാഹ് എന്ന് പറയുന്നത് അള്ളാഹ് ഉദ്ദേശിച്ചതാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അള്ളാഹിൻ്റെ മഷാ ഇല്ലാതെ ലോകത്ത് ഒരു കാര്യവും നടക്കുകയില്ല. പക്ഷേ സൽപ്രവർത്തനങ്ങൾക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ? അള്ളാഹിൻ്റെ റിള ഉണ്ടാവുകയുള്ളൂ. ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഒരു ബാങ്ക് കൊള്ളയടിക്കപ്പെടണമെങ്കിൽ ആ ബാങ്ക് കൊള്ളയടിക്കാനുള്ള തീരുമാനം എടുക്കാനുള്ള ചോയ്സ് മനുഷ്യനുണ്ട്. പക്ഷെ അത് കൊള്ളയടിക്കപ്പെടണം എന്നത് നടക്കണമെങ്കിൽ ആര് പെർമിഷൻ കൊടുക്കണം? അള്ളാഹിൻ്റെ മഷാ വേണം. പക്ഷെ അള്ളാഹിൻ്റെ റിള ഉണ്ടാകുക എന്തിനു മാത്രമാണ്? സൽപ്രവർത്തനത്തിന് മാത്രമാണ് ഉണ്ടാകുക എന്ന് കാണാൻ പറ്റും. അതേസമയം തന്നെ മനുഷ്യന് തെരഞ്ഞെടുപ്പും ചിന്താ സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് ഖുർആൻ്റെ 99% ആയത്തുകളും പറയുന്നത് നമ്മളോട് ആമീനു, നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ കളവാക്കാതിരിക്കൂ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടേതായ ഒരു ചോയ്സ് ഉണ്ട്, ഫ്രീഡം ഉണ്ട് എന്നാണ്. ഇത് തെറ്റായി മനസ്സിലാക്കേണ്ട ഒരു ഉദാഹരണവും ഖുർആൻ പറയുന്നുണ്ട്. സൂറ യാസീനിലെ 47 ആയത്തിൽ അള്ളാഹ് പറയാണ് ഒരു വിഭാഗം ആൾക്കാരെ കുറിച്ച്, ഇദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ്. ഒരു വിഭാഗം ആൾക്കാരോട് പാവപ്പെട്ടവർക്ക് ചെലവഴിക്കൂ എന്ന് പറയുമ്പം അവർ പറയും, ഖാലല്ലദീന കഫറു ലില്ലദീന ആമനു. സത്യനിഷേധികൾ വിശ്വാസികളോട് പറയും, അനുതഇമു മല്ലൗ യശാഉല്ലാഹു അത്അമഹു. അള്ളാഹ് ഭക്ഷണം കൊടുക്കാത്തവർക്കാണോ നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ടത് എന്നവർ പറയുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഓൾറെഡി അവൻ്റെ ഖദർ അനുസരിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കാത്തവർക്ക് പിന്നെ ഞാൻ എന്തിനാണ് ഭക്ഷണം കൊടുക്കുന്നത് എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അള്ളാഹ് അവിടെ നേരെ പറയുന്നത് അൻഫിക്കു, ഭക്ഷണം കൊടുക്കുക എന്ന ചോയ്സ് നമ്മൾ എടുക്കേണ്ടതാണ് എന്നാണ് അവിടെ പറയുന്നതായിട്ട് കാണാൻ പറ്റും. അതേസമയം തന്നെ ഖുർആൻ പറയുന്ന ഒരു കാര്യം, ധാരാളം കാര്യങ്ങൾ നേരത്തെ തീരുമാനിക്കപ്പെട്ടത് ഉണ്ട്. അതിലൊന്നാണ് നമ്മൾ എവിടെ ജനിക്കണം എന്നുള്ളത്, നമ്മുടെ ലിംഗം, നമ്മുടെ നിറം, നമ്മുടെ ആകൃതം, നമ്മളെ ഏത് രാജ്യം എന്നതൊക്കെ എന്താണ് ഓൾറെഡി നമ്മുടെ ചോയ്സിൽപ്പെട്ട കാര്യങ്ങളല്ല. അതേപോലെ തന്നെ മനുഷ്യൻ്റെ ഉള്ളിലെ ദൈവബോധം, ധർമ്മബോധം എന്നുള്ളത് അള്ളാഹ് ഓൾറെഡി ഇട്ടിട്ടുള്ള സാധനമാണ്. നമ്മൾ എത്ര കാലം ജീവിക്കണം എന്നുള്ളത് അള്ളാഹ് ഓൾറെഡി തീരുമാനിച്ച കാര്യമാണ്. അതേപോലെ അള്ളാഹിൻ്റെ ഖദർ, ഇതൊക്കെ ഖുർആൻ്റെ ആശയങ്ങളാണ്, ഞാൻ അതിൻ്റെ സമ്മറി മാത്രം പറയാണ്. അതുപോലെ ഖുർആൻ പറയുന്നൊരു കാര്യമാണ് പ്രകൃതിയിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹ് ഓൾറെഡി തീരുമാനിച്ച കാര്യമാണ്. ഇതില്ലെങ്കിൽ ലോകത്തിന് നിലനിൽക്കാൻ കഴിയില്ല. ഇത് പഠിപ്പിക്കുന്ന നമുക്കറിയാവുന്ന ആയത്താണ് സൂറ യാസീനിലെ 38-39 ആയത്തിൽ, വശംസു തജിരി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. എന്ന് വെച്ചാൽ ഷംസിൻ്റെ, സൂര്യൻ്റെ വളരെ കൃത്യമായ ചലനം എന്നുള്ളത് ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. വൽ ഖമറ ഖദ്ദർനാഹു
ലി മനാസില, ഖദ്ദർനാഹു മനാസില എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ കൃത്യമായിട്ട് ഖദറിനെ കുറിച്ചാണ്. നമ്മൾ കാണുമ്പം ഒരു കറക്റ്റായിട്ട് സ്വിച്ച് ഇട്ട പോലെ വളരെ അളവിലും കൃത്യതയിലും ഒരു ചോയ്സ് ഇല്ലാതെ ചലിക്കുന്നതാണ് പ്രകൃതിയിലെ കാര്യങ്ങൾ എന്ന് കാണാൻ പറ്റും. അതേപോലെ മഴയെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, വല്ലദീ നസ്സല മിനസ്സമാഇ മാഅൻ ബിഖദർ എന്നാണ്. അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നു? ആകാശത്ത് നിന്നും വെള്ളം ഒരളവിൽ, ഒരു ഖദർ അനുസരിച്ചിട്ടാണ്, അതിൻ്റെ അളവ് വളരെ കൃത്യമാണ് നമ്മുടെ കയ്യിൽ വരുന്നത് എന്ന് കാണാൻ പറ്റും. അതേപോലെ അള്ളാഹു ഓൾറെഡി ഖദർ കൊണ്ട് ചോയ്സ് ഇല്ലാതെ തീരുമാനിച്ചതാണ് നമ്മുടെ ബോഡി ഓർഗൻസിൻ്റെ പ്രവർത്തനം. ഹൃദയത്തിൻ്റെ പ്രവർത്തനമായാലും നമ്മുടെ ബ്ലഡിൻ്റെ എല്ലാ പ്രവർത്തനവും ഓൾറെഡി നിർണ്ണയിച്ച കാര്യമാണ്. നമ്മുടെ സൈക്കിൾ ഓഫ് ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ യൗവനമാവും, പിന്നെ വാർദ്ധക്യമാവും, നരക്കും എന്നുള്ളത് ഓൾറെഡി നമ്മളെ ബോഡിയിൽ ചോയ്സ് ഇല്ലാതെ തീരുമാനിക്കപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ പ്രകൃതിയിലെ കാര്യകാരണ ബന്ധങ്ങൾ, കോസേഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ വെള്ളം ചൂടാക്കിയാൽ എന്താ സംഭവിക്കുക? വെള്ളം ചൂടാക്കിയാൽ ആവിയാവും. ഇത് എങ്ങനെ ആവിയാകുന്നത്? ആവി എപ്പോഴും ആകുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഏതോ ഇത് പറയുന്ന കാര്യം, പിന്നെ തലയിൽ വീണത് ആപ്പിൾ എന്തുകൊണ്ട് വീണതെന്ന് ചിന്തിച്ചപ്പോഴാണ് ഈ സാധനം വന്നത്. ആപ്പിൾ വീണുകൊണ്ടിരുന്നിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. അതേമാതിരി വെള്ളം ചൂടാക്കിയാൽ എന്ത് ചെയ്യും? അത് ആവിയായി മാറും എന്നുള്ളത് എന്തുകൊണ്ടാണ്? അതിന് ആ നിയമം ഓൾറെഡി വെച്ചത് കൊണ്ടാണ് എന്ന് കാണാൻ പറ്റും. അതേപോലെ നമ്മുടെ പ്രവർത്തനത്തിലെ കാര്യകാരണ ബന്ധവും അള്ളാഹു ഓൾറെഡി തീരുമാനിച്ചാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത് പ്രവർത്തിച്ചാൽ ഇന്നതാണ് ആകുക എന്നുള്ളത് അള്ളാഹു ഓൾറെഡി തീരുമാനിച്ചാണ്. സൂറ ഖമർ പഠിപ്പിക്കുന്നത് അതാണ്. സത്യം നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് അതിനെ നിഷേധിക്കാനുള്ള ചോയ്സ് ആർക്കുണ്ട്? മനുഷ്യനുണ്ട്. പക്ഷെ നിഷേധിച്ചാൽ ഇന്നടത്തേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. ബലിസ്സാഅതു മൗഇദുഹും എന്നത് ആര് തീരുമാനിച്ചാണ്? അള്ളാഹ് തീരുമാനിച്ചാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, വേറൊരു കാര്യവും ചെയ്യാൻ പറ്റില്ല. സത്യത്തിന്റെ മാർഗത്തിൽ നമ്മൾ ഉറച്ചു നിന്നാൽ, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വ നഹർ, എന്ത് ചെയ്യും? നമ്മൾ ഉറച്ചു നിന്നാൽ എന്താണ് സംഭവിക്കാൻ പോവാന്നുള്ളത്. പ്രകൃതിയിൽ വെള്ളം ചൂടാക്കുമ്പോൾ ആവിയാകുന്ന നിയമം തീരുമാനിച്ചതുപോലെ തന്നെ മനുഷ്യൻ ഇന്നത് പ്രവർത്തിച്ചാൽ ഇന്നതാണ് ആകാൻ പോവുക എന്നുള്ള നിയമവും അള്ളാഹു ഓൾറെഡി തീരുമാനിച്ചാണ്. ഇത് പഠിപ്പിക്കുന്ന ധാരാളം ആയത്തുകൾ ഖുർആനിൽ കാണാൻ പറ്റും. അതിൽ വളരെ സുന്ദരമായിട്ടുള്ള ഒരായത്താണ് സൂറ ദുഹാനിലെ 35 മുതൽ 40 വരെയുള്ള ആയത്തുകൾ. അതിൽ അള്ളാഹ് ആദ്യം പ്രകൃതിയിലെ ഖദറിനെ കുറിച്ച് പറയാണ്. ഇൻഹിയ ഇല്ല മൗത്തത്തുനൽ ഊല വമാ നഹ്നു ബി മുൻശരീൻ. അപ്പം നിഷേധികൾ പറയും, ഈ ഒന്നാമത്തെ മരണമല്ലാതെ ഒന്നുമില്ല, ഉയർത്തെഴുന്നേൽപ്പ് നാള്, ആഖിറം, ഈ പരിപാടിയൊന്നും ഇല്ല എന്നവർ പറയും. അപ്പോൾ അള്ളാഹ് പറയാണ്, വമാ ഖലഖ്ന സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ. ഞാനൊരു കളി തമാശയായിട്ടല്ല എന്ത് ചെയ്തത്, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചത്. എന്ന് പറഞ്ഞാൽ ആകാശത്തെയും ഭൂമിയെയും വളരെ കൃത്യമായി ഇന്ന റിസൾട്ടിലേക്ക് ആണ് പോകാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ സൃഷ്ടിച്ചത്. മാ ഖലഖ്നാഹും ഇല്ലാ ബിൽ ഹഖ് വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. എന്നിട്ട് ലാസ്റ്റ് അള്ളാഹ് പറയാണ്, ഇന്ന യൗമൽ ഫസ്ലി മീഖാത്തുഹും അജ്മഈൻ. എന്താണ് അവസാന നാള് എന്ന് പറയുന്നത്? മീഖാത്താണ്. മീഖാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഡ്യൂൾഡ് ആണ്. അതെന്തായാലും എൻ്റെ ഖദർ അനുസരിച്ചിട്ട് സംഭവിക്കും എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ സൂറ സബയിൽ 39-ാമത്തെ ആയത്തിൽ കുൽ ഇന്ന റബ്ബി യബ്സുത്തുർ റിസ്ക ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിർ ലഹു എന്ന് പറഞ്ഞാൽ എന്താണ്? ഖദറിനെ കുറിച്ചാണ് പറയുന്നത്. അള്ളയാണ് ഇന്ന ആൾക്ക് കുറേ പൈസ കൊടുക്കണമെന്നും ഇന്ന ആൾക്ക് കുറച്ച് പൈസ കൊടുക്കണ്ടെന്നും തീരുമാനിക്കുന്ന ആരാണ്? അള്ളയാണ്. അത് ഖദറാണ്. തൊട്ടുടനെ അള്ളാഹ് പറയുന്നത് വമാ അൻഫക്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു. നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അതിന് പകരം എന്ത് ചെയ്യും? ഞാൻ നൽകും. അപ്പോൾ വളരെ കൃത്യമാണ്. റിസ്ക് നമുക്ക് എത്ര ഉണ്ടാകണം എന്നുള്ളതും എത്ര നമ്മളിൽ നിന്നും കുറയണം എന്നുള്ളതും ആരുടെ തീരുമാനമാണ്? അള്ളാന്റെ ഖദറാണ്. പക്ഷേ വമാ അൻഫക്തും, ചെലവഴിക്കണം, പാവപ്പെട്ടവന് ചെലവഴിക്കണം എന്നുള്ളത് ആരുടെ ചോയ്സാണ്? നമ്മളെ ചോയ്സാണെന്ന് ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഖുർആനിലെ ഖദർ എന്നുള്ള കൺസെപ്റ്റ് എന്ന് കാണാൻ പറ്റും. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനുഹുർ. എന്താണ് മുത്തഖി എന്ന് പറയുന്നത്? നമ്മൾ ഖദറിനോട് എടുക്കേണ്ടുന്ന നിലപാട് തഖ്വയുടെ നിലപാടാണ്. തഖ്വയുടെ നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ വരുന്ന സംഭവങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല, അതിനോടുള്ള പ്രതികരണം എന്നുള്ളത് തഖ്വയുമായി ബന്ധപ്പെട്ട പ്രതികരണമാണ്. നമ്മുടെ മുന്നിൽ ഒരു മരണം സംഭവിക്കുന്നത് നമ്മുടെ കൺട്രോളിലല്ല, അള്ളാഹിന്റെ ഖദറുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ അതിനോട് ഈമാനോടുകൂടി പ്രതികരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം?
തഖ്വ വേണം. തഖ്വ എന്തുകൊണ്ടാണ് വേണ്ടത്? അല്ലാത്ത പ്രലോഭനങ്ങൾ വരുമ്പം അതല്ലാത്ത ചിന്തകളെ മാറ്റിവെക്കാൻ. ഇത് പഠിപ്പിക്കുന്ന ഖുർആനിലെ വളരെ സുന്ദരമായ ആയത്താണ് സൂറ ത്വലാഖിലെ 2ഉം 3ഉം ആയത്തുകൾ. അതിൽ അള്ളാഹ് പറയാണ് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാന്റെ ഖദറിൽ തഖ്വയോടുകൂടി നിങ്ങൾ ഉറച്ചു നിന്നാൽ യജ്അൽ ലഹു മഖ്റജ, അള്ളാഹ് എന്ത് ചെയ്യും? ആ പ്രശ്നത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരു വിടുതൽ. അത് അള്ളാന്റെ ഖദറുമായി ബന്ധപ്പെട്ടതാണ്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അള്ളാന്റെ ഖദറാണ്. നിങ്ങൾ തഖ്വയോടുകൂടി ഉറച്ചു നിന്നാൽ നിങ്ങൾ ചിന്തിക്കാത്ത ഇടത്തിൽ നിന്നും അള്ളാഹ് എന്ത് ചെയ്യും? നമുക്ക് റിസ്ക് തരും. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, ഖദറിന്റെ സമയത്ത് അള്ളാഹുവിൽ തവക്കുലോട് നിന്ന് കഴിഞ്ഞാൽ അവൻ മതി നമുക്ക്. എന്നിട്ട് അവസാനത്തെ ഒരു ആയത്തുണ്ട്, ഇന്നല്ലാഹ ബാലിഗു അംരിഹി എന്നാണ്. അള്ളാഹ് എല്ലാ കാര്യങ്ങളും അവൻ ഉദ്ദേശിക്കുന്ന ഒരു എൻഡിലേക്ക് കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും. ഖദ് ജഅലല്ലാഹു ബികുല്ലി ഷൈഇൻ ഖദറ, ഖദ് ജഅലല്ലാഹു ബികുല്ലി ഷൈഇൻ ഖദറ. അള്ളാഹ് എല്ലാ കാര്യങ്ങളും അവൻ ഉദ്ദേശിക്കുന്ന ഒരു ഖദർ അനുസരിച്ച് കൊണ്ടുപോവുക തന്നെ ചെയ്യും. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വമൻ യത്തഖില്ലാഹ, തഖ്വയോടുകൂടി ഉറച്ചു നിന്നാൽ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അപ്പം ഇതാണ് ഒന്നാമത്തെ ആയത്ത്. രണ്ടാമത് കുറേ ആയത്തുകളുണ്ട്. രണ്ടാമത് സൂറ കഹ്ഫിൽ, ഇതും കൂടെ പറഞ്ഞാൽ ഏകദേശം ക്ലിയർ ആവും. ഈ സൂറ കഹ്ഫിലെ ഈ രംഗം അസ്ഹാബുൽ കഹ്ഫല്ല, അസ്ഹാബുൽ ജന്ന എന്ന് വെച്ചാൽ സൂറ കഹ്ഫിൽ ധാരാളം കഥകളുണ്ട്. അതിൽ തോട്ടക്കാരുടെ ഒരു കഥയുണ്ട്. നമ്മൾ ഖുർആനിലെ കഥകളായി വായിച്ചു പോയാൽ ഒന്നും മനസ്സിലാവില്ല. അതിൽ ഖദറുമായി ബന്ധപ്പെട്ട ധാരാളം പാഠങ്ങൾ അള്ളാഹു നിറച്ചു വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇന്ന് നമ്മൾ പഠിച്ച എല്ലാ സാധനവും എന്തുണ്ട്? അതിലുണ്ട്. എന്താണ് സംഭവം നമുക്കറിയാലോ അല്ലേ? എന്താണ്? ഒരാൾക്ക് ധാരാളം തോട്ടം കിട്ടുകയാണ് എന്ന് വെച്ചാൽ അയാൾ പിന്നെ അള്ളാഹിൻ്റെ ഒരു ഖദറിൻ്റെ ഭാഗമായിട്ട് അയാളുടെ ജീവിതത്തിൽ റിസ്ക് ധാരാളം കിട്ടുകയാണ്. മറ്റേ ആൾക്ക് എന്താണ്? അത്രയും റിസ്ക് കിട്ടുന്നില്ല. അതും അള്ളാഹിൻ്റെ ഖദറുമായി ബന്ധപ്പെട്ടാണ്. രണ്ടുപേരുടെയും നിലപാട് അള്ളാഹ് പഠിപ്പിക്കുകയാണ്. ആദ്യത്തെ ആൾ പറയാണ് വമാ അളുന്നു സാഅത ഖായിമത്തൻ, എന്ത് ചെയ്യുന്നു? എനിക്ക് ധാരാളം റിസ്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നു എന്ത്, ഇതിപ്പോൾ ഇങ്ങനെ തന്നെയൊക്കെ തുടരും. സാ എന്ന് പറയുന്നത് ഖിയാമത്ത് നാളിനി വരൂല. ഖദറിൻ്റെ റോങ് റീഡിംഗ് ആണ് അള്ളാഹു പറയുന്നത്. അപ്പം അയാളുടെ കൂട്ടുകാരൻ അയാളെ ഓർമ്മിപ്പിക്കുകയാണ്. ഖാല ലഹു സ്വാഹിബുഹു, അയാളുടെ കൂട്ടുകാരനെ ഓർമ്മിപ്പിക്കുകയാണ്. വഹുവ യുഹാവിറുഹു അകഫർത ബില്ലദി, നീ അള്ളാഹിനോട് നിഷേധിക്കുകയാണോ? ഖലഖക മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ സവ്വാക റജുല. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? നമ്മുടെ സൃഷ്ടിപ്പിലെ ഖദറിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ നിന്നെ ഒരു മണ്ണിൽ നിന്നും പിന്നെ ബീജത്തിൽ നിന്നും നിന്നെ നീയാക്കി മാറ്റിയത് നിന്റെ ചോയ്സേ ആയിരുന്നില്ല. എന്തായിരുന്നു? അള്ളാഹിൻ്റെ ഖദർ അനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പോവാണ്. അപ്പോൾ പ്രകൃതിയിലെ റിസ്ക്കിൻ്റെ ഒരു സംഭവത്തിൽ അവന് ധാരാളം റിസ്ക് കിട്ടിയപ്പോൾ അത് സ്വന്തം അധ്വാനമാണെന്ന് തെറ്റിദ്ധരിച്ച ആളോട് പിന്നെ സുഹൃത്ത് എന്തിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത്? ഓൾറെഡി നിന്റെ ജീവിതത്തിൻ്റെ 90% അള്ളാഹിൻ്റെ ഖദറാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് അവനോട് പറയാണ് വലൗല ഇത് ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹ്, എന്തുകൊണ്ടാണ് നീ നിന്റെ ജന്നത്തിൽ നിന്റെ തോട്ടത്തിൽ കയറിയിട്ട് മാഷാ അല്ലാ എന്ന് പറയാത്തത്? മാഷാ അല്ലാ എന്ന് പറഞ്ഞാൽ എന്താണ്? മാഷാ അല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നിൽ നടക്കുന്ന ഒരു സാധനത്തിനെ അള്ളാഹിൻ്റെ ഖദറുമായി ബന്ധപ്പെടുത്തിയിട്ട് പ്രഖ്യാപിക്കലാണ് മാഷാ അല്ലാ. ക്ലിയർ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ ഒരു സംഭവം നടക്കുകയാണ്, അപ്പോൾ നമ്മൾ പറയാണ് എന്താണ്? മാഷാ അല്ലാ, ഇത് അള്ളാഹ് ഉദ്ദേശിച്ചതാണ് എന്ന് പറയാണ്. ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ഒരു കാര്യം നടക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതിനെ അള്ളാഹിൻ്റെ ഖദറുമായി ബന്ധപ്പെടുത്തലാണ് ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു സ്ഥലത്ത് പോകണം, ഒരാളടുത്ത് പോകണം, പക്ഷെ നമുക്കറിയാം നമ്മുടെ കൺട്രോളിലല്ല, അള്ളാഹിൻ്റെ ഖദറിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാം നടക്കുന്നത്. നമ്മൾ പറയണെന്ത്? ഞാൻ റെഡിയാണ്, പക്ഷെ ഇൻഷാ അല്ലാ, അള്ളാഹ് ഉദ്ദേശിച്ചാൽ അത് നടക്കും. ഈ കൂട്ടുകാരൻ ഇയാളോട് പറയുന്നത് എന്താണ്? നീ ശരിക്ക് സ്വർഗത്തിൽ നിന്റെ തോട്ടത്തിൽ കയറിയിട്ട് പറയേണ്ടിയിരുന്ന എന്താണ്? മാഷാ അള്ളാ, ഇത് എൻ്റെ അധ്വാനമല്ല, അള്ളാഹിൻ്റെ ഖദറുമായി ബന്ധപ്പെട്ടാണ്. എന്നിട്ട് അടുത്ത പ്രയോഗം വളരെ സുന്ദരമാണ്. അള്ളാഹിൻ്റെ ഖദറിലെ പോസിബിലിറ്റി അയാൾ ഓർമ്മിപ്പിക്കുകയാണ്. ഫഅസാ റബ്ബി അൻ യുഅ്തിയനി ഖൈറൻ മിൻ ജന്നതിക, അള്ളാഹിൻ്റെ ഖദറുണ്ടെങ്കിൽ നിന്നേക്കാൾ വലിയൊരു തോട്ടം എനിക്ക് എന്ത് കിട്ടിയേനെ? നാളെ കിട്ടുമായിരിക്കാം, നമുക്ക് അറിയില്ല, ആകാം, അങ്ങനെ ആകാം. വയുർസില അലൈഹ ഹുസ്ബാനം മിനസ് സമാ, നിന്റെ തോട്ടത്തിൽ ചിലപ്പോൾ എന്താവും? അള്ളാഹിൻ്റെ ഖദർ അനുസരിച്ച് ചിലപ്പോൾ ഏതെങ്കിലും ഒരു കൊടുങ്കാറ്റ് വന്നിട്ട് അത് മൊത്തം നശിച്ചു. ഈ രണ്ട് പോസിബിലിറ്റിയും നമ്മുടെ കൺട്രോളിലല്ല, അള്ളാഹിൻ്റെ കൺട്രോളിലാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് എൻഡിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ഹുവ ഖൈറും സവാബൻ വ ഖൈറുൻ ഉഖ്ബ,
അള്ളാഹ് ആരാണ്? എല്ലാ സംഭവങ്ങളെയും ഒരു ഹൈറായിട്ടുള്ള പര്യവസാനത്തിലേക്ക് എത്തിക്കുന്നവനാണ് അള്ളാഹു എന്ന് പറയാണ്. എന്നിട്ട് തൊട്ടുടനെയുള്ള ആയത്ത് എന്തിനെ കുറിച്ചാണ്? മഴയെക്കുറിച്ചാണ്. വളിരിബു ലഹും മസലൽ ഹയാത്തി ദുനിയ കമാഇൻ അൻസൽനാഹു മിനസ്സമാ. ജീവിതം എന്ന് പറയുന്നത് ഒരു മഴ പോലെയാണ്. ആ മഴ വന്നിട്ട് കുറേ ചെടികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ചെടി തന്നെ എപ്പോൾ എല്ലാ കാലത്തും നിൽക്കും എന്നുള്ളത്. പക്ഷെ മഴ എങ്ങനെയാണോ അള്ളാഹിൻ്റെ ഖദർ പ്രകാരമാകുന്നത്, അതേപോലെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പം വളരെ ആരോഗ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അള്ളാഹിൻ്റെ ഖദർ അനുസരിച്ച് അത് തീർന്നു കൊണ്ടേയിരിക്കും. എന്നിട്ട് ലാസ്റ്റ് അത് അവസാനിപ്പിക്കുന്നത് വകാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറ എന്നാണ്. ഇന്നത്തെ ആയത്തിലെ അതേ പ്രയോഗം. അള്ളാഹ് ആരാണ്? അള്ളാഹ് മുഖ്തദിറാണ്. എല്ലാം ഖദറോടുകൂടി അള്ളാഹ് നിർണയിച്ചവനാണ് അള്ളാഹു എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം സൂറ ഖമറിൽ നമ്മൾ ഈ അവസാനിപ്പിക്കുമ്പം നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്രധാന ആശയങ്ങൾ ഈ സൂറത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഒന്ന്, നമ്മളെ മുന്നിൽ സത്യം വരും എന്നുള്ളത് അള്ളാഹിൻ്റെ ഖദറാണ്. ആ സത്യത്തിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. എന്നാൽ പ്രതികരണം അനുസരിച്ചുകൊണ്ട് നമ്മൾ ശിക്ഷിക്കപ്പെടുമോ രക്ഷിക്കപ്പെടുമോ എന്നുള്ളത് എന്തിൻ്റെ ഭാഗമാണ്? അള്ളാഹിൻ്റെ ഖദറിൻ്റെ ഭാഗമാണ് എന്ന് വളരെ സുന്ദരമായി പഠിപ്പിക്കുന്ന സൂറത്താണ് എന്ന് കാണാൻ പറ്റും. പടച്ചവൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവൻ്റെ ഖദർ മനസ്സിലാക്കാനും ആ ഖദറിനോട് തഖ്വയോടുകൂടിയും തവക്കുലോടുകൂടിയും നിലപാടെടുക്കാനും അള്ളാഹു നമുക്ക് അതിനുള്ള ഈമാൻ നൽകുമാറാകട്ടെ. പടച്ചവൻ അവൻ്റെ ഖദറിൽ സ്വബറോടുകൂടി നിലനിൽക്കാൻ ഉള്ള ഒരു ഈമാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.